ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. റെസ്റ്റോറൻറ്റിൽ പോയാൽ നമ്മളെല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ബട്ടർ ചിക്കൻ. പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണോ എന്ന് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ബട്ടർ ചിക്കൻ. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു ബൗളിൽ 400 ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബോൺലെസ് പീസസ് ആണ് എടുത്തത്. ബോണുള്ള പീസസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ചിക്കൻ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ പീസസ് ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് മുഴുവനും ഫ്രൈ ആയി വന്നു. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാം. ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ട് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽട്ടായി വന്നു. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊന്ന് മാറി വന്നു. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. വറ്റൽമുളക് അല്ലെങ്കിൽ നിങ്ങൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് മുളക് പൊടി ചേർത്താലും മതി. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗരം മസാലയുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 10 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുഴുവനായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തക്കാളി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി ചൂടായ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ബട്ടറും ഗ്രേവിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരണം. ഗ്രേവിയൊക്കെ തിളച്ച് കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസസും ഗ്രേവിയും എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം.
ഗ്രേവി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി, അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, കുറച്ച് ഫ്രഷ് ക്രീം എന്നിവ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. ഇതാ നമ്മുടെ ടേസ്റ്റി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ബട്ടർ ചിക്കൻ. സോ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ റെസിപ്പി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.